വിശദമായ വാർത്തകളിലേക്ക്. മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ പെൺകുട്ടികൾ ശിരോവസ്ത്രം ധരിക്കുന്നതിൽ ഏർപ്പെടുത്തിയ വിലക്ക് ഹൈക്കോടതി നീക്കി. ശിരോവസ്ത്രം ധരിക്കുന്നതിൽ തെറ്റില്ലെന്നും അരമണിക്കൂർ മുമ്പ് പരീക്ഷാ ഹാളിൽ എത്തണമെന്നും കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ താജുദ്ദീൻ ചേർന്നു. താജുദ്ദീൻ, എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ കോടതി പറഞ്ഞത്? മെയ് മാസം 1 നടക്കുന്ന അഖിലേന്ത്യാ മെഡിക്കൽ പരീക്ഷയ്ക്ക് ശിരോവസ്ത്രം ധരിച്ച് പെൺകുട്ടികൾ ഹാജരാകുന്നതിനാണ് CBSE വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. ഈ വിലക്ക് സാമുദായികവും സാമൂഹികവുമായ ആചാരങ്ങളുടെ തടസ്സമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഫയൽ ചെയ്യപ്പെട്ട ഒരു കൂട്ടം ഹർജികളിൽ വാദം കേട്ടതിനു ശേഷമാണ് ജസ്റ്റിസ് AM മുഹമ്മദ് മുസ്താഖ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. പെൺകുട്ടികൾ ശിരോവസ്ത്രം അണിഞ്ഞ് പരീക്ഷാ ഹാളിലെത്തുന്നതിനും പരീക്ഷ എഴുതുന്നതിനും തടസ്സമില്ല എന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. എന്നാൽ ഈ വിദ്യാർത്ഥികൾ അരമണിക്കൂർ നേരത്തെ തന്നെ പരീക്ഷാ ഹാളിൽ എത്തണമെന്നും അതുപോലെ തന്നെ പരിശോധനകൾക്ക് വിധേയമാകേണ്ടതുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സമുദായികപരമായ ആചാരങ്ങളുടെ ഭാഗമായി ശിരോവസ്ത്രം ധരിക്കുന്നവർക്ക് ഇത്തരം വിലക്ക് ഏർപ്പെടുത്തുന്നത് ഉചിതമല്ലെന്നും നിയമാനുസൃതമല്ലെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതി പെൺകുട്ടികൾക്ക് ശിരോവസ്ത്രം ധരിച്ച് അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശന പരീക്ഷ എഴുതാൻ അനുമതി നൽകിക്കൊണ്ട് ഉത്തരവിട്ടത്. അജിംഷ. ശരി, താജുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ പെൺകുട്ടികൾ ശിരോവസ്ത്രം ധരിക്കുന്നതിൽ ഏർപ്പെടുത്തിയ വിലക്കാണ് ഹൈക്കോടതി നീക്കിയത്. ശിരോവസ്ത്രം ധരിക്കുന്നതിൽ തെറ്റില്ലെന്നും എന്നാൽ അരമണിക്കൂർ മുമ്പ് പരീക്ഷാ ഹാളിൽ എത്തണമെന്നും കോടതി വ്യക്തമാക്കി. ഇതിന്റെ വിവരങ്ങളാണ് താജുദ്ദീൻ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. PSC പരീക്ഷയിൽ മലയാളം ഒഴിവാക്കിയ സംഭവത്തിൽ PSC ചെയർമാനെതിരെ ഡോക്ടർ K ജയകുമാർ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയിൽ മലയാളം അവശ്യ യോഗ്യതയാക്കണമെന്ന് ഡോക്ടർ K ജയകുമാർ ആവശ്യപ്പെട്ടു. മലയാളത്തോടുള്ള വിവേചനം പ്രതിഷേധാർഹമാണെന്നും അസിസ്റ്റന്റ് പരീക്ഷയിൽ മലയാളമേ ആവശ്യമില്ലെന്ന വ്യവസ്ഥ യുക്തിരഹിതമാണെന്നും ജയകുമാർ പറഞ്ഞു. ജയകുമാർ PSC ചെയർമാൻ അയച്ച കത്തിന്റെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. മെയ് 24 നടക്കുന്ന സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷയിൽ മലയാളം ഒഴിവാക്കിയ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. PSC തീരുമാനത്തിനെതിരെ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും രംഗത്തെത്തി. PSC ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണനെ മലയാളം സർവകലാശാല വൈസ് ചാൻസലറും കവിയുമായ ഡോക്ടർ K ജയകുമാർ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. അസിസ്റ്റന്റ് പരീക്ഷയിൽ മലയാളം അവശ്യ യോഗ്യതയാക്കണമെന്നാവശ്യപ്പെട്ട് K ജയകുമാർ PSC ചെയർമാൻ അയച്ച കത്തിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. മലയാളത്തോടുള്ള വിവേചനം പ്രതിഷേധാർഹമാണ്. ഇക്കാര്യത്തിൽ അടിയന്തര തിരുത്തൽ നടപടികൾ ഉണ്ടാകണം. അസിസ്റ്റന്റ് പരീക്ഷയിൽ മലയാളമേ ആവശ്യമില്ലെന്ന വ്യവസ്ഥ യുക്തിരഹിതമാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം മലയാള ഭാഷ ഒഴിവാക്കിയുള്ള പരീക്ഷ നടത്താൻ അനുവദിക്കില്ലെന്ന് എഴുത്തുകാരൻ KP രാമനുണ്ണി പറഞ്ഞു. ഈ വരുന്ന സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തന്നെ മലയാളത്തോടു കൂടി മാത്രമേ പരീക്ഷ നടത്താൻ പാടൂ. അങ്ങനെ നടത്താതെ ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്നൊരു നിലപാടെടുക്കാനാണ് ഐക്യമലയാള പ്രസ്ഥാനവും മലയാളത്തെ സ്നേഹിക്കുന്നവരും ഒക്കെ ആ ഒരു നിലപാടാണ് എടുക്കുന്നത്. PSC ചെയർമാന്റെ മലയാള വിരുദ്ധ നിലപാടിനെതിരെ അശോകൻ ചെരുവിൽ ഉൾപ്പെടെയുള്ള PSC അംഗങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്. കുളം പുല്ലേപ്പടിയിൽ 10 വയസ്സുകാരൻ കുത്തേറ്റ് മരിച്ചു. 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ക്രിസ്റ്റി ജോണാണ് മരിച്ചത്. രാവിലെ 6:30 പാൽ വാങ്ങാനായി കടയിൽ പോയി വരികയായിരുന്ന ക്രിസ്റ്റിയെ അയൽവാസിയായ പൊന്നശ്ശേരി അജി ദേവസിയാണ് കുത്തിയത്. ഇയാൾക്ക് മാനസികാസ്വാസ്ഥ്യമുള്ളതായി പോലീസ് അറിയിച്ചു. 7 മണിയോടെയാണ് നാടിനെ നടുക്കി അരുംകൊല നടന്നത്. വീടിന് സമീപമുള്ള കടയിൽ നിന്നും പാൽ വാങ്ങി മടങ്ങുകയായിരുന്നു കൊല്ലപ്പെട്ട 10 വയസ്സുകാരൻ റിച്ചി ജോൺ. അയൽവാസിയായ അജി കുട്ടിയെ അടുത്തേക്ക് വിളിച്ചു വരുത്തി ചേർത്ത് നിർത്തി കഴുത്തിൽ തുടരെ കുത്തുകയായിരുന്നു. കുട്ടിയുടെ കഴുത്തിൽ 17 കുത്തുകളേറ്റു. കുത്തേറ്റ് വീണ കുട്ടിയെ മാതാപിതാക്കൾ തന്നെയാണ് ആശുപത്രിയിലെത്തിച്ചത്. ആശുപത്രിയിൽ എത്തും മുമ്പേ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ക്രൂരമായ കൊലപാതകം നടത്തിയ അജി കുട്ടിയുടെ അയൽവാസിയാണ്. മാനസിക രോഗിയാണെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. എന്നാൽ ഇയാൾ മയക്കുമരുന്നിന് അടിമയാണെന്നും മുൻപും അക്രമ സ്വഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. കൈകൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുന്നത് സ്നേഹപൂർവ്വം പിടിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് ഈ കൊച്ചു മറിഞ്ഞ് താഴേക്ക് വീണ് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ഇവൻ കുത്തണതായിട്ടാണത്. കുത്തണതായിട്ട് കണ്ടപ്പോഴാണ് ഇവൻ കുത്തണയുള്ളതെന്നൊരു ഇങ്ങനെ തോന്നിയത്. വേഗം ഞാൻ ഒച്ചെടുത്തു. ആ സമയം ഇതുകൊണ്ട് ആരും അങ്ങനെ പുറത്തുണ്ടായിരുന്നില്ല. കൊലയ്ക്ക് പിന്നിൽ മുൻവൈരാഗ്യമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതിക്കെതിരെ കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ഇയാളെ പോലീസ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് അയച്ചെങ്കിലും അടുത്തിടെ വീട്ടിൽ മടങ്ങിയെത്തി. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും കൊലപാതക കാരണം സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ MP ദിനേശ് പറഞ്ഞു. പുറത്ത് പോയിട്ടെന്ന് പറഞ്ഞെങ്കിൽ ചെറിയ വീട്ടിലേക്കുള്ള അത്യാവശ്യ ഗ്രോസറീസ് മേടിച്ച് വരുന്ന സമയത്ത് പെട്ടെന്ന് പുള്ളിയെ വട്ടം ചുറ്റി ഈ ചെറിയ കുട്ടീനെ മാരകമായിട്ട് കുത്തുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കിയത്. കുട്ടിയുടെ മൃതദേഹം ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അരുംകൊലയുടെ ഞെട്ടലിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്തതിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പിഴയടച്ചു. 100 രൂപയാണ് പിഴ ഈടാക്കിയത്. ബൈക്ക് ഓടിച്ച ആളാണ് പിഴയടച്ചത്. ഹെൽമറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ച ആളുടെ പിറകിലിരുന്നുള്ള ചെന്നിത്തലയുടെ യാത്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെയാണ് വിവാദമായത്. വിവരങ്ങളുമായി ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഷാജി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അജിൻഷാദ് 2 ദിവസം മുൻപാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഹെൽമറ്റ് ധരിക്കാതെ ബൈക്ക് ഓടിച്ച വാഹനത്തിൽ യാത്ര ചെയ്തത്. ഇത് മാധ്യമങ്ങളിലൂടെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. ഇത്തരത്തിൽ തനിക്കെതിരെയുള്ള പ്രതിഷേധം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ച ആളെ കൊണ്ട് ഹരിപ്പാട് CA ഓഫീസിൽ പിഴ അടപ്പിച്ചത്. 100 രൂപയാണ് പിഴ അടപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇതോടൊപ്പം യാത്ര ചെയ്ത അല്ലെങ്കിൽ ഇതിനെ അകമ്പടി ചെയ്യിച്ച 100 കണക്കിന് ബൈക്കുകൾ വേറെ ഉണ്ടായിരുന്നു. ഇവരാരും തന്നെ ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല. എന്നാൽ ഇവരാരും തന്നെ ഇതിന് പിഴ അടച്ചതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു മറുപടി നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും തന്റെ ഭാഗത്തു നിന്നുള്ള പിഴവ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ 100 രൂപ പിഴ അടച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രി രക്ഷപ്പെട്ടിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഈ വിവാദ യാത്ര വ്യാപകമായിട്ട് മാധ്യമങ്ങളുടെയും മറ്റും പ്രചരിച്ച സാഹചര്യത്തിലാണ് അതിൽ നിന്നും തലയൂരുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിഴയടച്ച്, അതായത് തന്റെ യാത്രക്കാരനെ കൊണ്ട് പിഴയടപ്പിച്ച് രക്ഷപ്പെട്ടിരിക്കുന്നത്. ശരി ഷാജിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. രാവിലെ 11 മണിക്കാണ് ഫലപ്രഖ്യാപനം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ചേരുന്ന SSLC പരീക്ഷാ ബോർഡ് യോഗം ഫലത്തിന് അന്തിമാംഗീകാരം നൽകും. മാർച്ച് 9 മുതൽ 23 വരെ ആയി നടന്ന പരീക്ഷയുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ 1 ആരംഭിച്ച് 16 പൂർത്തിയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഫലപ്രഖ്യാപനത്തിലെ പിഴവുകൾ ആവർത്തിക്കാതിരിക്കാനായി മികവുറ്റ സാങ്കേതിക സംവിധാനമാണ് ഇത്തവണ മൂല്യനിർണ്ണയത്തിന് ഉപയോഗിച്ചത്. ആലപ്പുഴ മുനിസിപ്പൽ ചെയർമാന്റെ അനധികൃത നിലം നികത്തൽ റവന്യൂ പോലീസ് അധികാരികൾ പിടികൂടി. ആലപ്പുഴ ആര്യാട് തെക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള 2.5 ഏക്കർ തണ്ണീർത്തടമാണ് ഭരണ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നികത്തിയത്. 2 ലോറി അടക്കമുള്ള സാധനങ്ങൾ പോലീസ് പിടികൂടി. ചെയർമാനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ആര്യാട് തെക്ക് വില്ലേജിന്റെ കീഴിലുള്ള 2.5 ഏക്കർ തണ്ണീർത്തടമാണ് ആലപ്പുഴ നഗരസഭാ ചെയർമാൻ നികത്തുന്നതായി പരാതി ഉയർന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ പോലീസ് അധികാരികൾ സ്ഥലത്തെത്തി നികത്താൻ ഉപയോഗിച്ച ലോറികളടക്കം കസ്റ്റഡിയിലെടുത്തു. ആര്യാട് തെക്ക് വില്ലേജിന്റെ കീഴിലുള്ള സർവേ നമ്പർ 108/3 ബ്ലോക്ക് നമ്പർ 137 പ്രകാരമുള്ള സ്ഥലം നിലവിൽ മുനിസിപ്പൽ ചെയർമാനും കോൺഗ്രസ് നേതാവുമായ തോമസ് ജോസഫിന്റെ പേരിലുള്ളതാണ്. ചെയർമാന്റെ സ്വാധീനം അതോടൊപ്പം ഇപ്പം തന്നെ ഉണ്ടല്ലോ. ഇത് നികത്തുന്ന വിഷയം പറയുമ്പോൾ ചെയർമാന്റെ ഗുണ്ടകൾ ഉൾപ്പെടെ വന്നിരിക്കുകയാണ്. ഇത് ജനങ്ങൾക്ക് ഉൾപ്പെടെ നാട്ടുകാർക്ക് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ നിരന്തരം ഭീഷണിയാണ് ഇവിടെ. എന്തിന് വില്ലേജ് ഓഫീസർ ഇപ്പോൾ വില്ലേജ് ഓഫീസറെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി. സർവ്വ ആൾക്കാരും ഭീഷണിയുടെ സ്വരമാണ് ഉയർത്തുന്നത്. ചെയർമാൻ ഭീഷണിയുടെ സ്വരത്തിലാണ് ഈ നാട്ടുകാരെ മുഴുവൻ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. പല ആൾക്കാർക്ക് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പൊതുവെ ഞങ്ങൾക്ക് എതിർപ്പുള്ളത്. അനധികൃത നികത്തൽ തടയാനെത്തിയ നാട്ടുകാരെ ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചതായും പരാതിയുണ്ട്. ജില്ലാ കളക്ടർ നേരിട്ടിടപെട്ടാണ് നികത്തൽ നിർത്തിവയ്ക്കാൻ ഉത്തരവിറക്കിയത്. അനധികൃത നിർമ്മാണത്തിനും നിലം നികത്തുന്നതിനുമെതിരെ നടപടി സ്വീകരിക്കേണ്ടവർ തന്നെ ഭരണരാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നടത്തിയ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് നാട്ടിൽ ഉയർന്നുവരുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സോളാർ കമ്മീഷന് മുന്നിൽ മുഖ്യമന്ത്രി നുണ പറഞ്ഞതായി കമ്മീഷന്റെ സ്ഥിരീകരണം. മുഖ്യമന്ത്രിയെ വീണ്ടും വിസ്തരിക്കണമെന്ന ലോയേഴ്സ് യൂണിയന്റെ ഹർജി പരിഗണിക്കവെയാണ് മുഖ്യമന്ത്രി നുണ പറഞ്ഞതായുള്ള കമ്മീഷന്റെ സ്ഥിരീകരണം. സരിതയുടെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ തന്നെ വിളിച്ചിട്ടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി കമ്മീഷന് മുന്നിൽ മൊഴി നൽകിയത്. എന്നാൽ ഫെനി മുഖ്യമന്ത്രിയെ വിളിച്ചതിന്റെ രേഖകൾ കമ്മീഷന്റെ പക്കലുണ്ടെന്ന് ജസ്റ്റിസ് ശിവരാജൻ വ്യക്തമാക്കി. എന്തിനു നുണ പറഞ്ഞുവെന്ന് മുഖ്യമന്ത്രിയെ ഇപ്പോൾ വിളിച്ച് ചോദിക്കണോ എന്നും കമ്മീഷൻ ചോദിച്ചു. ഹർജി കമ്മീഷൻ പിന്നീട് പരിഗണിക്കും. വിവരങ്ങളുമായി ഇപ്പോൾ KG ദിനകർ ചേരുന്നു. ദിനകർ, ഗുരുതരമായ കാര്യമാണ് മുഖ്യമന്ത്രിക്കെതിരെ കമ്മീഷൻ ഇന്ന് ഉന്നയിച്ചത്. അങ്ങനെയെങ്കിൽ വീണ്ടും വിസ്തരിക്കുന്നത് അടക്കമുള്ള നിയമസാധ്യതകളിലേക്ക് കൂടി വഴി തുറക്കുന്ന സൂചനകളാണ് ഇന്ന് കോടതി മുറിക്കുള്ളിൽ നിന്ന് വന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അജിംഷാദ്, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേരത്തെ വ്യക്തമാക്കിയിരുന്നത്, സോളാർ കമ്മീഷനിൽ വ്യക്തമാക്കിയിരുന്നത് സരിതാ നായരുടെ അഭിഭാഷകനായ ഫെനി ബാലകൃഷ്ണൻ തന്നെ വിളിച്ചിട്ടില്ല എന്നായിരുന്നു അദ്ദേഹം മൊഴി നൽകിയിരുന്നത്. 14 മണിക്കൂർ നീണ്ട വിസ്താരത്തിനിടയിലാണ് അദ്ദേഹം ഇത്തരത്തിൽ കമ്മീഷന് മൊഴി നൽകിയത്. എന്നാൽ ഫെനി ബാലകൃഷ്ണൻ മുഖ്യമന്ത്രിയെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്ന് ഇന്ന് സോളാർ കമ്മീഷൻ ജസ്റ്റിസ് ശിവരാജൻ വ്യക്തമാക്കുന്നു. ടെലിഫോൺ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതും. ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നേരത്തെ 1 മാസം മുൻപ് തന്നെ പീപ്പിൾ TV പുറത്തുവിടുകയും ചെയ്തിരുന്നു. രേഖകൾ സഹിതമാണ് പീപ്പിൾ അന്ന് ഈ വാർത്ത പുറത്തുവിട്ടത്. ഫെനി ബാലകൃഷ്ണൻ മുഖ്യമന്ത്രിയെ ടെലിഫോണിൽ ബന്ധപ്പെട്ടതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെയായിരുന്നു അന്ന് പീപ്പിൾ TV പുറത്തുവിട്ടത്. അത് ആണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സോളാർ കമ്മീഷനും ശരിവച്ചിരിക്കുന്നത്.
ഇവിടെ ഉയരുന്ന ചോദ്യം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്തിന് നുണ പറയുന്നു എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. ഫെനി ബാലകൃഷ്ണൻ തന്നെ വിളിച്ചിട്ടേ ഇല്ല എന്ന് മുഖ്യമന്ത്രി നുണ പറയുന്നത് എന്തിനാണ് എന്നാണ് ഉയർന്നു വരുന്ന ചോദ്യം. അതോടൊപ്പം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേരത്തെ വ്യക്തമാക്കിയിരുന്ന സരിതാ നായർ തന്നെ വിളിച്ചിട്ടേ ഇല്ല, അറിയുകയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ സരിതാ നായർ തന്റെ ഫോണിൽ നിന്നും അതോടൊപ്പം അവരും പരസ്പരം വിളിച്ചതിന്റെ രേഖകൾ ഉൾപ്പെടെ പീപ്പിൾ TV പുറത്തുവിടുകയും ചെയ്തിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായി ഭവിച്ചിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്തിന് ഫെനി ബാലകൃഷ്ണൻ തന്നെ വിളിച്ചിട്ടില്ല എന്ന് നുണ പറയുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഫെനി ബാലകൃഷ്ണൻ മുഖ്യമന്ത്രിയെ വിളിച്ചിട്ടുണ്ട് എന്നത് സോളാർ കമ്മീഷനും ശരിവെക്കുകയാണ്. ഫലത്തിൽ മുഖ്യമന്ത്രി എന്തൊക്കെയോ മറച്ചുവെക്കാനുള്ള ശ്രമം നടത്തുന്നു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. ശരി, ദിനകറാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ഓൺലൈൻ ബിസിനസ് ഗ്രൂപ്പായ ആമസോൺ ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ അമിത് അഗർവാളിനെ ആമസോൺ ഗ്രൂപ്പിൻ്റെ സീനിയർ ടീമിലേക്ക് നിയമിച്ചു. ആമസോൺ ഗ്രൂപ്പ് സ്ഥാപകനും സിഇഒയുമായ ജെഫ് ബെസൺസിൻ്റെ ടീമിനൊപ്പമാകും അമിത് അഗർവാൾ ഇനി പ്രവർത്തിക്കുക. ആമസോൺ ഇന്ത്യയിലെ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് തീരുമാനം. ആമസോൺ ഇന്ത്യയിൽ സവിശേഷമായ പ്രകടനമാണ് അമിത് കാഴ്ചവെച്ചതെന്ന് അമിതിനെ എസ് ടീമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഇമെയിലിൽ ജെഫ് ബെസൺ പറയുന്നു. കേരളത്തിലെ എരുമകളിൽ വന്ധ്യത കൂടുന്നു. വന്ധ്യതയ്ക്ക് കാരണമാകുന്ന ചില പ്രധാന പ്രശ്നങ്ങളാണെങ്കിലും ശാസ്ത്രീയമായ പരിപാലനത്തിലൂടെ ഒഴിവാക്കാൻ കർഷകർക്ക് സാധിക്കും. എരുമകളിലെ വന്ധ്യതയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പശുക്കളുടേതിൽ നിന്ന് വ്യത്യസ്തമായ ശാരീരിക സ്വഭാവ പ്രത്യേകതകളുള്ള മൃഗമാണ് എരുമയെന്ന് കർഷകർ മനസ്സിലാക്കിയിരിക്കണം. എരുമകളിൽ കിടാരികളിൽ മതിചക്രം 18 മുതൽ 20 ദിവസവും അമ്മമാരിൽ 20 മുതൽ 24 ദിവസവുമാണ്. മതിസമയം 18 മുതൽ 24 മണിക്കൂർ ആയിരിക്കും. മതിയുടെ പുറം ലക്ഷണങ്ങൾ ശക്തമായി പ്രകടിപ്പിക്കുകയില്ല. പശുക്കളിൽ മതിയുടെ മുഖ്യലക്ഷണമായി നാം കാണുന്ന മറ്റു പശുക്കളുടെ പുറത്തു കയറുന്ന സ്വഭാവം എരുമകൾ കാണിക്കുക പതിവില്ല. എന്നാൽ മതിയിലുള്ള എരുമകൾ പോത്തുകളെ മേലിൽ കയറാൻ അനുവദിക്കുന്നു. മതിയതല്ലെങ്കിൽ ഇതൊരിക്കലും അനുവദിക്കുകയുമില്ല. പാൽ കുറയുക, കരച്ചിൽ, പതിവില്ലാതെ ഓട്ടവും ചാട്ടവും, ഇടവിട്ട് കുറഞ്ഞ അളവിൽ മൂത്രമൊഴിക്കൽ, ഈറ്റത്തിൽ തടിപ്പ്, തെളിഞ്ഞ മാച്ചുപോകൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിച്ചേക്കാം. കൃത്യമായ നിരീക്ഷണത്തിലൂടെ മാത്രമേ എരുമകളിലെ മതിസമയം തിരിച്ചറിയാൻ കഴിയൂ. നല്ല തീറ്റക്രമം അനുവർത്തിച്ചാൽ 30 മുതൽ 36 മാസം പ്രായത്തിൽ ആദ്യ മതിലക്ഷണം കാണിക്കുന്നു. ഈ സമയം 300 കിലോഗ്രാം വരെ തൂക്കവും എത്തും. കുത്തിവയ്പ് സംബന്ധിച്ച അബദ്ധധാരണകൾ പുലർത്തുന്ന രീതികൾ, കാര്യങ്ങൾ പഠിച്ച് മാറ്റിയെടുക്കണം. ബീജാധാനത്തിനു ശേഷം വെള്ളം നൽകരുത്. ബീജാധാനത്തിന് മുൻപ് വെള്ളവും തീറ്റയും നൽകരുത്. ബീജാധാനത്തിന് ശേഷം എരുമ കിടക്കരുത്, മൂത്രമൊഴിക്കരുത് തുടങ്ങിയ പല ധാരണകളുമുണ്ട്. എന്നാൽ ഇവയ്ക്കൊന്നും ശാസ്ത്രീയ അടിത്തറയില്ല. എന്നാൽ ബീജാധാനത്തിനായി ഏറെ ദൂരം ഓടിച്ചു കൊണ്ടുവരിക, അടിക്കുക, വേദന നൽകുക തുടങ്ങിയ പ്രവൃത്തികൾ ഗർഭധാരണ സാധ്യത കുറയ്ക്കുന്നു. എരുമ കർഷകർ മതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, പ്രത്യേകിച്ച് മതി കണ്ട ദിവസം, ലക്ഷണങ്ങൾ തുടങ്ങിയ ദിവസം, അവസാനിച്ച സമയം തുടങ്ങിയ വിവരങ്ങളും കുത്തിവയ്പ്പുമായി ബന്ധപ്പെട്ട തീയതികളും കൃത്യമായി എഴുതി സൂക്ഷിക്കുന്നത് ഏറെ സഹായകമാകും. ന്യൂസ് ഡെസ്ക്. കേരളത്തിൽ അനുഭവപ്പെടുന്ന കൊടും ചൂട് വരും ദിവസങ്ങളിലും തുടരും. അടുത്ത 2 ആഴ്ചയിൽ താപനില കൂടുതലായിരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. എൽനിനോ പ്രതിഭാസമാണ് സംസ്ഥാനത്ത് ചൂട് കൂടാൻ കാരണം. സംസ്ഥാനത്ത് ഈ വർഷം ആദ്യം മുതൽ തുടങ്ങിയ വൻ ചൂട് അനുദിനം വർദ്ധിച്ച് ഇപ്പോഴും ശമനമില്ലാതെ തുടരുകയാണ്. എൽനിനോ പ്രതിഭാസമാണ് ചൂട് കൂടാൻ കാരണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ കെ സന്തോഷ് പറയുന്നു. പസഫിക് സമുദ്രത്തിലെ അസാധാരണമായ താപനമാണ് എൽനിനോ. ഇതുമൂലം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വരണ്ട കാറ്റാണ് എത്തിച്ചേരുന്നത്. ഈ വരണ്ട കാറ്റ് മൂലം മഴ കുറയുന്നു. മഴ നന്നായിട്ട് കുറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് താപനില ഇത്രയധികം ഉയരുന്നത്. ഇപ്പോൾ തന്നെ 56% മഴ കുറവാണ്. മെയ് ആദ്യവാരത്തിന് ശേഷമേ വേനൽ മഴയും ശക്തമാകാൻ സാധ്യതയുള്ളൂ. അതുവരെ ഒറ്റപ്പെട്ട മഴ ലഭിച്ചേക്കും. കർണാടകയിൽ നിന്നും വീശുന്ന വരണ്ട കാറ്റിനെ തുടർന്ന് മേഘങ്ങൾ കുറയുന്നതും വേനൽ മഴ കുറയാൻ കാരണമാകുന്നുവെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. തീരത്തിന് സമാന്തരമായി വീശുന്ന ഈ വരണ്ട കാറ്റാണ് കടലിൽ നിന്നും തണുത്ത കാറ്റ് കരയിലേക്ക് എത്തുന്നതിന് വിഘാതമാവുന്നത്. കേരളത്തിൽ ചൂട് കൂടുന്നതിന് ഇതും ഒരു കാരണമാണ്. ദീർഘകാല ശരാശരിയിൽ നിന്ന് 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതലാണ് ഇപ്പോൾ അനുഭവപ്പെടുന്ന ചൂട്.
പാലക്കാട് ഇക്കഴിഞ്ഞ ഏപ്രിൽ 20-നാണ് ഈ സീസണിലെ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയത് 41.1 ഡിഗ്രി സെൽഷ്യസ്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ 39 ഡിഗ്രിയാണ് കൂടിയ ചൂട്. തെക്കൻ ജില്ലകളിൽ നിലവിൽ താരതമ്യേന ചൂട് കുറവാണെങ്കിലും ഇനിയും ചൂട് കൂടിയേക്കും. അതായത് നഗര ഗ്രാമ ദേശവ്യത്യാസമില്ലാതെ വരും ദിനങ്ങളിലും കേരളം കൊടും ചൂടിൽ വലയും. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. അധോലോക നേതാവ് ദാവൂദ് ഇബ്രാഹിമിന് ഗുരുതര രോഗമെന്ന റിപ്പോർട്ട്. കാലിൽ വ്രണം ബാധിച്ച് മരവിച്ച് നടക്കാനാകാത്ത അവസ്ഥയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ വാർത്ത തെറ്റാണെന്ന വാദവുമായി ദാവൂദിന്റെ സഹായി ചോട്ടാ ഷക്കീൽ രംഗത്തെത്തി. ദാവൂദിന്റെ കാലുകളിൽ വ്രണമാണെന്നും കാലുകൾ മരവിച്ച അവസ്ഥയിലാണെന്നുമാണ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് CNN ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തത്. കാലുകൾ മുറിച്ചു കളയേണ്ടി വരുമെന്നും ജീവന് ഭീഷണിയുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. കാലുകളിൽ വന്ന വ്രണം അതിവേഗം പടരുന്നുവെന്നാണ് വന്ന റിപ്പോർട്ട്. രക്തസമ്മർദ്ദമോ പ്രമേഹം ഉയർന്നതോ ആകാം ഇതിന് കാരണമെന്നും അറിയുന്നു. ലിയാഖത്ത് നാഷണൽ ഹോസ്പിറ്റലിലും കമ്പൈൻഡ് മിലിറ്ററി ഹോസ്പിറ്റലിലുമാണ് ചികിത്സയെന്നും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ദാവൂദിന്റെ കറാച്ചിയിലെ വീടിന് പുറത്ത് ഏതാനും ഡോക്ടർമാരെ കഴിഞ്ഞ ദിവസം കണ്ടതായി റിപ്പോർട്ടുകളിൽ പറയുന്നു. എന്നാൽ വാർത്ത തെറ്റാണെന്ന വാദവുമായി സഹായി ചോട്ടാ ഷക്കീൽ രംഗത്തു വന്നു. ദാവൂദ് പൂർണ്ണ ആരോഗ്യവാനാണെന്നും രഹസ്യാന്വേഷണ ഏജൻസി നൽകിയ വിവരം തെറ്റാണെന്നും ചോട്ടാ ഷക്കീൽ ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞു. ഡി കമ്പനിയുടെ ബിസിനസ് തകർക്കാൻ എതിരാളികൾ പടച്ചുവിട്ട വാർത്തയാണെന്നാണ് ചോട്ടാ ഷക്കീലിന്റെ വാദം. നാഷണൽ ഡെസ്ക്. കണ്ണൂരിൽ വിമാനത്താവളം വന്നുവെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദത്തെ കളിയാക്കിയുള്ള ഒരു കൂട്ടം യുവാക്കളുടെ വീഡിയോ വൈറലാകുന്നു. വിമാനത്താവള നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ രസകരമായ വീഡിയോ ചിത്രീകരിച്ചത്. കണ്ണൂർ എയർപോർട്ടിന്റെ റൺവേയുടെ ടെൻഡർ ഉറപ്പിച്ചു. അതിന്റെ നിർമ്മാണം പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന സ്റ്റേജിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളുടെ ഇതനുസരിച്ച് 2015 ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉമ്മൻചാണ്ടി സാർ കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് പണി അതിന്റെ കൺട്രോൾ റൂമിന്റെ പണി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ ഭാഗമായിട്ടുള്ള കൺട്രോൾ റൂമിന്റെ അബുദാബിക്കുള്ള ഫ്ലൈറ്റ് പോയോ? അബുദാബിക്കുള്ള കാരന്റെ എക്സ്പ്രസ് റെഡി ആയിട്ടുണ്ട്. മട്ടന്നൂർ ടെർമിനൽ നമ്പർ 2 ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരമണിക്കൂറിനുള്ളിൽ പുറപ്പെടുന്ന ബോർഡിംഗ് പാസിന്റെ ആവശ്യമില്ല. കണ്ണൂരിലെ യാത്രക്കാർക്ക് ബോർഡിംഗ് പാസിന്റെ ആവശ്യമില്ല. വിൻഡോ സീറ്റിൽ ഞായിരിക്കും. വിൻഡോ സീറ്റ് എനിക്ക് വേണ്ടേ? അപ്പോൾ നമ്മളുടെ ഇതനുസരിച്ച് 2015 ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഉദ്ദേശിക്കുന്നത്.